ഗുഡ് മോർണിംഗ്. അപ്പോൾ കേട്ടിട്ടിൻ്റെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സെഷൻ്റെ ഒരു ഭാഗവുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏജ് ഓഫ് ചോസറിൻ്റെ ഏജിൽ ഉണ്ടായിരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ ചോസറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 1350 മുതൽ 1400 വരെയുള്ള കാലഘട്ടമാണ് ഏജ് ഓഫ് ചോസർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏജ് ഓഫ് ചോസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു കാലയളവാണ്. അപ്പോൾ 1350 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്, ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏജ് ഓഫ് ചോസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്ത്, 1350 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തെയാണ് ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത്. ഈ പീരീഡിനെ ട്രാൻസിഷണൽ പീരീഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പീരീഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എ ട്രാൻസിഷണൽ പീരീഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന പേരിലാണ് ഈ ഒരു ഏജ് അറിയപ്പെടുന്നത്. ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1350 മുതൽ 1400 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടം അറിയപ്പെടുന്ന പേരാണെന്ത്, എ ട്രാൻസിഷണൽ പീരീഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ഇത് അറിയപ്പെടുന്ന വേറൊരു പേരാണെന്ത്, ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ മിഡീവൽ ആൻഡ് മോഡേൺ ഇംഗ്ലണ്ട്. മിഡീവൽ ഇംഗ്ലണ്ടിൻ്റെയും മോഡേൺ ഇംഗ്ലണ്ടിൻ്റെയും ഇടയിലുള്ള അതിനൊരു പാലായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്ന ഏജാണ് എന്ത് പറയുന്നത്, ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത്. 14th സെഞ്ച്വറിയിലാണ് ഏജ് ഓഫ് ചോസറിൻ്റെ കാലഘട്ടം സെഞ്ച്വറി ആയിട്ട് ചോദിക്കുകയാണ് എന്താണ്, 14th സെഞ്ച്വറി പീരീഡിലാണ് ചോസറിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചോസറിൻ്റെ ഏജ് അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസിഷണൽ പീരീഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ട്രാൻസിഷണൽ പീരീഡാണ് എന്തെന്ന് പറയുന്നത്, ഏജ് ഓഫ് ചോസർ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ ഇറ്റ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ മിഡീവൽ ഇംഗ്ലണ്ട് ആൻഡ് മോഡേൺ ഇംഗ്ലണ്ട്. മിഡീവൽ ഇംഗ്ലണ്ടിൻ്റെയും മോഡേൺ ഇംഗ്ലണ്ടിൻ്റെയും ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്ന ഏജാണ് ഏതെന്ന് പറയുന്നത്, ചോസേഴ്സ് ഏജ് എന്ന് പറയുന്നത്. ഈ പീരീഡിന് 1350 മുതൽ 1400 വരെയാണ് എന്തറിയപ്പെടുന്നത്, ഏജ് ഓഫ് ചോസർ എന്ന് പറയപ്പെടുന്നത്. ഇറ്റ് മാർക്സ് ദ ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ഏജ് ടു ദ റിനൈസൻസ്. നമ്മൾ പറഞ്ഞു ട്രാൻസിഷണൽ പീരീഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിൽ മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള റിനൈസൻസ് ഏജിലേക്കുള്ള അല്ലെങ്കിൽ റിനൈസൻസ് കാലഘട്ടത്തിലേക്കുള്ള ലിറ്ററേച്ചറിൻ്റെ ട്രാൻസിഷണൽ പീരീഡാണ്. അതുകൊണ്ടാണ് ഇതിന് ട്രാൻസിഷണൽ പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മീറ്റിംഗ് ഗ്രൗണ്ട് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ വാല്യൂസ് എന്ന് പറയുന്നത്. വേറെ ഒന്നാണ് എന്ത്, മീറ്റിംഗ് ഗ്രൗണ്ട് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ വാല്യൂസും. കാരണം എന്താ, ഓൾഡ് ഏജിലുണ്ടായിരുന്ന കുറേ വാല്യൂസ് അതുപോലെ ന്യൂ മോഡേൺ ഏജിലേക്ക് അല്ലെങ്കിൽ ഒരു മിഡീവൽ ഏജിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ തന്നെ എന്തോ വന്നു, ഒരു 14th സെഞ്ച്വറി ഒക്കെ ആയപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇംഗ്ലണ്ടിൽ വന്നു. ആ ഇംഗ്ലണ്ടിൽ വന്ന മാറ്റങ്ങളെ ഫലമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വാല്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസിൻ്റെയും ഒരു മീറ്റിംഗ് ഗ്രൗണ്ടാണ് എന്തെന്ന് പറയുന്നത്, ചോസേഴ്സിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചോസർ റിഫ്ലക്ട് ദീസ് ചേഞ്ചസ് ഇൻ ഹിസ് റൈറ്റിംഗ്. ചോസറിൻ്റെ റൈറ്റിംഗ്സിൽ നമുക്ക് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും, ഈ എല്ലാ ചേഞ്ചസിനെയും മിഡീവൽ ഏജിൽ നിന്നുള്ള മോഡേൺ ഏജിലേക്കുള്ള ആ ഒരു മാറ്റത്തെ, അല്ലെങ്കിൽ മിഡീവൽ ഏജിൽ നിന്ന് റിനൈസൻസ് പീരീഡിലേക്കുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ആ ഒരു മാറ്റത്തെ, ആ സമയത്തുണ്ടായിരുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്ക് ചോസറിൻ്റെ റൈറ്റിംഗ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു വേർഡിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്. ദ വേർഡ് മിഡീവൽ കംസ് ഫ്രം എ ലാറ്റിൻ വേർഡ്. അധികം ഇംഗ്ലീഷ് വേർഡും ഡിറൈവ് ചെയ്ത പോലെ മിഡീവൽ എന്ന് പറയുന്നത് എന്തുതന്നെയാണ്, ഒരു ലാറ്റിൻ ഒറിജിൻ ആണുള്ളത്. മീഡിയം എന്ന് പറഞ്ഞാൽ മിഡിൽ എന്നുള്ള, മീഡിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മിഡിലാണ്. ഏവം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ്, ഈ രണ്ടും കൂടെ കൂടിയിട്ടാണ് മിഡീവൽ ഏജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പം മീഡിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം മിഡിൽ എന്നാണ്. ഏവം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം ഏജ് എന്നാണ്. അപ്പം മിഡീവൽ ഏജ് എന്ന് പറഞ്ഞിട്ട് മിഡിൽ ഏജ് എന്നുള്ളതാണ് മിഡീവൽ ഏജിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. മിഡീവൽ ഏജ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് ആണ്. ഈ ഏജിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏജിൻ്റെ പ്രത്യേകതകളാണ് എന്തെന്ന് പറയുന്നത്, ഒന്ന് സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നു. സ്പിരിച്വാലിറ്റി കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് മിഡീവൽ ഏജ്. അതുപോലെ അബ്സ്ട്രാക്റ്റ് തിങ്കിങ്, റിലീജിയസ് ഫെയ്ത്ത്, ഈ കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരുന്ന ഡോമിനൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മിഡീവൽ ഏജിൽ ഡോമിനൻ്റ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു, സ്പിരിച്വാലിറ്റി, അബ്സ്ട്രാക്റ്റ് തിങ്കിങ്, റിലീജിയസ് ഫെയ്ത്ത് എന്നുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
പിന്നെ കോൺട്രാസ്റ്റ് ടു ടു ഏജസ്, മിഡീവൽ മൈൻഡും ഉണ്ടായിരുന്നു. അതുപോലെ കോൺട്രാസ്റ്റ് ഓഫ് ടു ഏജസ് എന്ന് പറയുന്നത് ചോസറിൻ്റെ ഏജ് എന്ത് ചെയ്തിട്ടുണ്ട്, ടു ഏജസിൻ്റെ കോൺട്രാസ്റ്റ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞിട്ടില്ല, ഒന്ന് പറയുന്നത് മോഡേൺ അല്ലെങ്കിൽ മിഡീവൽ ഏജിൻ്റെയും മോഡേൺ ഏജിൻ്റെയും ഓൾഡ് ഏജിൻ്റെയും മിഡീവൽ ഏജിൻ്റെയും കൂടെ രണ്ട് കോൺട്രാസ്റ്റിൽ നിൽക്കുന്ന ഒരു ഏജ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് ചോസറിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അതുപോലെ മിഡീവൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അതുപോലെ ബിലീവ്സ് ഇൻ ഗോഡ് ആൻഡ് ചർച്ച്, ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോഡിലും ചർച്ചുകളിലും ആയിരുന്നു. അതോറിറ്റി ഓഫ് ഗോഡ് അതുപോലെ അതോറിറ്റി ഓഫ് ചർച്ച് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുപോലെ സ്പിരിച്വൽ ആൻഡ് അതർ വേർഡ്ലി കൺസെപ്റ്റുകൾ, സ്പിരിച്വൽ ആസ്പെക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വേർഡ്ലി ആസ്പെക്റ്റിന് വെച്ചാൽ ഈ ബിംബങ്ങളൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേർഡ്ലി ആയിട്ടുള്ള കുറേ ആരാധനാലയങ്ങൾ, അതുപോലെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രാജാക്കന്മാർക്ക് പുരോഹിതന്മാർക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഏജ് ആയിരുന്നു ആ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ബിലീഫ്സും ഉണ്ടായിരുന്നു, അതർ വേർഡ്ലി ആയിട്ടുള്ള തിങ്സിലുള്ള ബിലീഫ്സും ഉള്ള ഒരു കാലഘട്ടമായിരുന്നു എന്തെന്ന് പറയുന്നത് മിഡീവൽ ഏജ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്യൂഡൽ സിസ്റ്റം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് മിഡീവൽ ഏജ് എന്ന് പറയുന്നത്. ഫ്യൂഡൽ സിസ്റ്റം സൊസൈറ്റി എന്തായിരുന്നു കാറ്റഗറൈസേഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിലനിൽക്കുന്ന കാലമാണ് എന്തെന്ന് പറയുന്നത് മിഡീവൽ ഏജ് എന്ന് പറയുന്നത്. ദെൻ റിനൈസൻസ് സ്പിരിറ്റ്, ആ ഏജിൽ നമുക്ക് കാണാൻ പറ്റുന്ന റിനൈസൻസ് സ്പിരിറ്റുകൾ. കാരണം നമ്മൾ പറഞ്ഞു മിഡീവൽ ഏജ് എന്ന് പറഞ്ഞാൽ റിനൈസൻസ് ഏജിലേക്കുള്ള ഒരു പാലാണ്. അപ്പോൾ റിനൈസൻസ് സ്പിരിറ്റ് നമുക്ക് എവിടെ കാണാൻ പറ്റിയിരുന്നു, ചോസറിൻ്റെ ഏജിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് എംഫസൈസ് ഓൺ ഹ്യൂമൻ ലൈഫ്. ഈ ചോസറിൻ്റെ ഏജിൽ അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വാലിറ്റി റിനൈസൻസിൻ്റെ സ്പിരിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഹ്യൂമൻ ലൈഫിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സെൻഷ്യസ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയാസുകളുണ്ട്. അബ്സ്ട്രാക്റ്റ് ഐഡിയ എന്ന് പോയിട്ട് എന്തായിട്ട് മാറി, സെൻഷ്യസ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയാസുകൾക്ക് പ്രാധാന്യം വന്നു. അതുപോലെ വ്യക്തികൾക്ക് പ്രാധാന്യം വന്നു, ഇൻഡിവിജ്വലിസം. അതുപോലെ സയൻറ്റിഫിക് ഔട്ട്ലുക്ക്, കൂടുതൽ ഗോഡ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന് സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നിന്ന് മാറിയിട്ട് എന്തായിട്ട് മാറി, സയൻറ്റിഫിക് ഔട്ട്ലുക്കിലേക്ക് സൊസൈറ്റി മാറിയ ഒരു കാലഘട്ടം കൂടിയാണ് കാലഘട്ടമാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും എവിഡൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റിയിരുന്നു, ചോസറിൻ്റെ റൈറ്റിങ്സിൽ. ചോസേഴ്സ് ഏജ് ഷോസ് ബോത്ത് ദീസ് ഇൻഫ്ലുവൻസസ്. അപ്പോൾ ചോസറിൻ്റെ ഏജിൽ എന്തുണ്ട്, മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗോഡിലും ചർച്ചിലുള്ള ബിലീഫ്സ്, അതുമാതിരി സ്പിരിച്വാലിറ്റി, അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്, ഫ്യൂഡൽ സിസ്റ്റം, ഈ കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ എന്തുണ്ടായിരുന്നു, റിനൈസൻസിൻ്റെ സ്പിരിറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൺക്രീറ്റ് ചിന്തകളുണ്ടായിരുന്നു, സെൻഷ്യസ് ആയിട്ടുള്ള ചിന്തകളുണ്ടായിരുന്നു, ഇൻഡിവിജ്വലിസ്റ്റിന് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് ഏജിൻ്റെയും അല്ലെങ്കിൽ ഈ രണ്ട് സോഷ്യൽ സ്ട്രാറ്റയുടെയും ഇൻഫ്ലുവൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റിയിരുന്നു, ചോസേഴ്സിൻ്റെ ഏജിലും അതുപോലെ ചോസറിൻ്റെ റൈറ്റിങ്സിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏർലി റിനൈസൻസ് എലമെൻറ്റ്സ്, ഈ ഏർലി റിനൈസൻസ് എലമെൻറ്റ്സ് ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റിയത് ഒന്ന് പറഞ്ഞാൽ എന്താ, റൈസ് ഓഫ് ഹ്യൂമനിസം, ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമനിസത്തിൻ്റെ ഒരു റൈസ് ഉദയത്തോട് കൂടിയിട്ടാണ് ഏർലി റിനൈസൻസ് എലമെൻറ്റ്സിൽ അല്ലെങ്കിൽ റിനൈസൻസിൻ്റെ മുമ്പുണ്ടായിരുന്ന കാലം ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഐഡിയലിസം ആയാലും അങ്ങനെയുള്ള ഇസങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുത്ത അബ്സ്ട്രാക്റ്റ് ഐഡിയാസിനായിരുന്നു, ഹ്യൂമൻ വാല്യൂസിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഹ്യൂമനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നതിന് ശേഷമാണ്, ഹ്യൂമനിസ്റ്റിക് സ്കൂൾസ് ഓഫ് തോട്ട്സ് വന്നതിന് ശേഷമാണ് എന്ത് വന്നത്, ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുപോലെ നാച്ചുറലിന്, പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തുള്ള എഴുത്തുകൾ, പ്രകൃതിയുടെ പ്രതികൃതിച്ചുള്ള എഴുത്തുകളൊക്കെ വന്നു തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ എന്തായിരുന്നു, അപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഗോഡിനെ പ്രകീർത്തിച്ചുകൊണ്ട്, രാജാക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ എഴുതുന്ന റൈറ്റിങ്സുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ട് വന്നത് ഏത് കാലഘട്ടത്തിലാണ്, ഏർലി റിനൈസൻസ് കാലഘട്ടത്തിലാണ്. ഇത് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഏർലി റിനൈസൻസ് കാലഘട്ടത്തിൻ്റെ എവിഡൻസുകൾ നമുക്ക് ചോസറിൻ്റെ ഏജിൽ കാണാൻ പറ്റും. ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, നാച്ചുറിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിക്ക് അവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോസറിൻ്റെ ഏജിൽ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലിറ്ററേച്ചർ എന്തായിട്ട് മാറി, ഒരു റിയലിസ്റ്റിക് ആൻഡ് ഹ്യൂമൻ സെൻറ്റേർഡ് ലിറ്ററേച്ചറായിട്ട് മാറി. അതുവരെ എന്തായിരുന്നു, ഗോഡ് സെൻറ്റേർഡ് അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളായിരുന്നു ലിറ്ററേച്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോസറിൻ്റെ ഏജിൽ വന്നപ്പോൾ അത് എന്തായിട്ട് മാറി, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനായി പ്രാധാന്യം.
ചോസർ പോർട്രേസ് റിയൽ മാൻ ആൻഡ് വുമൺ ഇൻ ഹിസ് റൈറ്റ്. ചോസറിൻ്റെ റൈറ്റിങ്സിലൂടെ ചോസർ എന്ത് ചെയ്ത് റിയൽ ആയിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ റൈറ്റിങ്സിലൂടെ കൊണ്ടുവന്നു. അങ്ങനെ ലിറ്ററേച്ചർ എന്തായിട്ട് മാറി? ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറായിട്ട് ആ കാലഘട്ടം മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ട്രേഡും കൊമേഴ്സും ഒക്കെ എന്ത് ചെയ്തു? വളർച്ച ഉണ്ടായി. ഏത് കാലഘട്ടത്തിൽ? ചോസറിൻ്റെ കാലഘട്ടത്തിൽ. അതുപോലെ ന്യൂ മിഡിൽ ക്ലാസ്, മെർച്ചൻസ് എന്ന് പറയുന്ന ഒരു ന്യൂ മിഡിൽ ക്ലാസിൻ്റെ ഉദയം ഉണ്ടായി. അതുപോലെ ഫ്യൂഡലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്തു? ഡിക്ലൈൻ ആയി, തകർന്നു പോയി. അപ്പോൾ ഈ ട്രേഡും കൊമേഴ്സും വന്നതോട് കൂടിയിട്ട് എന്ത് വന്നു? മർച്ചൻ്റ് എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് ഗ്രൂപ്പ് ഓഫ് മിഡിൽ ക്ലാസ് രൂപപ്പെട്ടു. ആ മിഡിൽ ക്ലാസിൻ്റെ ഗ്രൂപ്പ് ഓഫ് മിഡിൽ ക്ലാസ് രൂപപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ട്രേഡും കൊമേഴ്സും ഒക്കെ വളർന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഫ്യൂഡലിസം എന്ന് പറയുന്ന സോഷ്യൽ സിസ്റ്റം എന്ത് ചെയ്ത്? ഇല്ലാണ്ടായി, നശിച്ചു പോയി. ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ദിസ് സോഷ്യൽ ചേഞ്ചസ് ലേറ്റർ ലെഡ് ടു കൊളോണൈസേഷൻ. പക്ഷേ ഈ ഫ്യൂഡലിസം ഇല്ലാണ്ടായി, ട്രേഡും കൊമേഴ്സൊക്കെ വളർന്നു. അത് എന്തിലേക്ക് നയിച്ചു? പിന്നീട് കൊളോണിയലിസം എന്ന് പറയുന്ന സാമ്രാജ്യത്വത്തിലേക്ക് അത് നയിച്ചു. സൊസൈറ്റി ബിക്കം മോർ മൊബൈൽ ആൻഡ് ഡെമോക്രാറ്റിക്. സൊസൈറ്റി എന്തായിട്ട് മാറി? ഒരു മൊബൈലായിട്ട് മാറി. ഈ മൊബൈലല്ല, മൊബിലിറ്റിക് ആയിട്ടുള്ള, അതുപോലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറി. എല്ലാവർക്കും പ്രാധാന്യമുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറി. ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസുകൾ നടന്നിട്ടുണ്ട് ആ കാലത്ത്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ടത് 100 Years വാർ എന്ന് പറയുന്നത്. ഈ 100 Years വാർ നടക്കുന്നത് 1337 ഈ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലാണ് ഈ 100 Years വാർ നടക്കുന്നത്. ഇംഗ്ലീഷിനാണ് ആദ്യകാലങ്ങളിലൊക്കെ എന്തുണ്ടായിരുന്നത്? വിക്ടറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് 100 Years വാർ. 100 Years വാറിൻ്റെ ഭാഗമായിട്ട് എന്ത് വന്നു? നാഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് രൂപപ്പെടാൻ തുടങ്ങി. ഓരോ രാജ്യത്തിൻ്റെയും എന്തുണ്ടായി? അതായത് നാഷണലിസം, രാജ്യസ്നേഹം എന്ന് പറയുന്ന പാട്രിയോട്ടിക് ഫീലിംഗ്, അതുപോലെ നാഷണലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഫ്യൂഡൽ ലോയൽറ്റികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? തകരാൻ തുടങ്ങി. അൺട്രസ്റ്റ് എമംഗ് കോമൺ, ഇതൊക്കെ ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച, ചർച്ചിൻ്റെ തകർച്ച, അതുപോലെ നാഷണലിസം ഡെവലപ്പ് ചെയ്യുന്നത് ഒക്കെ വന്നപ്പോൾ എന്ത് ചെയ്ത? ആളുകളുടെ ഇടയിൽ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ എന്തായി? ഒരു അൺറസ്റ്റ് ഫീൽ ചെയ്തു. അവർക്കൊരു പീസ്ഫുൾനെസ് തോന്നില്ല. അവർക്കൊരു അൺറസ്റ്റ് ഫീൽ ചെയ്തു. കാരണം നമ്മൾ വളർന്നുകൊണ്ട് വന്ന അല്ലെങ്കിൽ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു ചേഞ്ചസ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ കോമൺ ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്തു? അൺറസ്റ്റ് എമംഗ് കോമൺ പീപ്പിൾ, ഗ്രോയിങ് അൺറസ്റ്റ് എമംഗ് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി പീപ്പിളിൻ്റെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ എന്ത് ചെയ്തു? ഒരു അൺറസ്റ്റ് രൂപം കൊള്ളുകയാണ് ചെയ്തത്. ഹിസ്റ്റോറിക്കൽ ഇവന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 40th സെഞ്ചുറിയിലെ മേജർ ഇവന്റുകളാണ് ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ ഗ്രേറ്റ് പ്ലേഗ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഡെത്ത് അതിൻ്റെ ഭാഗമായിട്ട് അതുണ്ടായത് എന്നാണ് 1348 ബ്ലാക്ക് ഡെത്ത് ഉണ്ടായത്. പ്ലേഗിനെയാണ് ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. ദെൻ ഇംഗ്ലണ്ടിൽ ഏകദേശം ഇംഗ്ലണ്ട് ജനസംഖ്യയുടെ പകുതിയിലേറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബ്ലാക്ക് ഡെത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നല്ല പ്രാധാന്യമുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പഠിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് ചോസറിൻ്റെ ഏജിനെ കുറിച്ചിട്ടാണ്, ചോസറിൻ്റെ ലിറ്ററേച്ചർ ക്യാരക്ടർ അതിൻ്റെ ഏജിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഡെത്തിനെ കുറച്ചായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ചോസറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ പെസൻറ്റ് റിവോൾട്ട്, പിന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് എന്ത്? പെസൻറ്റ് റിവോൾട്ട് എന്ന് പറയുന്നത് 1381 പെസൻറ്റ് റിവോൾട്ട് ഉണ്ടാകുന്നത്. 1348 എന്ത് വരുന്നത്? പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് വരുന്നത്. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഒപ്രഷൻ ആൻഡ് ഹെവി ടാക്സേഷൻ. ഈ പെസൻറ്റ് അല്ലെങ്കിൽ കർഷകർ എന്ത് ചെയ്തു? ഹെവി ടാക്സേഷനും നികുതി കൂടുതൽ ചുമത്തിയതിനും അതുപോലെ ഒപ്രഷനും എതിരായിട്ട് അവരെന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ചെയ്തു. അതിനെയാണ് പെസൻറ്റ് റിവോൾട്ട് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇവൻറ്റ്സും എന്ത് ചെയ്തു? ഷൂക്ക് ദ ഫെയ്ത്ത് ഇൻ ദ ചർച്ച് ആൻഡ് ഫ്യൂഡൽ സിസ്റ്റം. ആളുകൾക്ക് ഫ്യൂഡൽ സിസ്റ്റത്തിലുള്ള വിശ്വാസം ഇല്ലാണ്ടായി, ചർച്ചിലുള്ള വിശ്വാസം ഇല്ലാണ്ടാവാൻ കാരണമായി. അപ്പോൾ ഇംഗ്ലണ്ടിൽ ചർച്ചിലുള്ള വിശ്വാസവും ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയിലേക്ക്, ചർച്ചിൻ്റെയും ഫ്യൂഡലിസത്തിൻ്റെയും തകർച്ചയിലേക്ക് നയിച്ച രണ്ട് കാര്യങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് ബ്ലാക്ക് ഡെത്ത്. 1348 ബ്ലാക്ക് ഡെത്തും 1381 പെസൻറ്റ് റിവോൾട്ടും. ഈ രണ്ട് ഇൻസിഡൻറ്റുകളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ കറപ്ഷൻ ഇൻ ദ ചർച്ച്. അതുവരെ എന്തായിരുന്നു? ചർച്ച ചെയ്യുന്നു,
അതോറിറ്റി ആയിട്ട് നിന്നിരുന്നത്. ചർച്ചിനെതിരായിട്ട് ആരും ഒന്നും പറയണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ബ്ലാക്ക് ഡെത്തും അതുപോലെ എന്താ പറയുക പെസന്റ് റിവോൾട്ടൊക്കെ വന്ന് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കറപ്ഷൻ ഇൻ ദ ചർച്ചിൽ എന്ത് വന്നു, കറപ്ഷൻ, അഴിമതികൾ ഉണ്ടായിരുന്നു. അതുപോലെ ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ ക്ലർജി, ആളുകൾ ലോസ് ഓഫ് ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ ക്ലർജി, പുരോഹിതന്മാരെ ബ്ലൈൻഡായിട്ട് അന്ധമായി വിശ്വസിച്ചിരുന്ന ആ വിശ്വാസം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. റീഫോം ലൈക്ക് ജോൺ വൈക്ലിഫ്, അതുപോലെ റീഫോമേഴ്സ് ആയിട്ടുള്ള ജോൺ വൈക്ലിഫിനെ പോലുള്ള ആളുകളുടെ ഉദയത്തിന് കാരണമായി. അതുപോലെ മോറൽ ആൻഡ് സ്പിരിച്വൽ റീഫോമിന് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മുറവിളി കൂട്ടാൻ, ഡിമാൻഡ് ഫോർ മോറൽ ആൻഡ് സ്പിരിച്വൽ റീഫോം. ഇത്രയാണ് എന്ത് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഏത് കാലഘട്ടത്തിൽ, ചോസറിൻ്റെ കാലഘട്ടത്തിൽ. എന്താണ് കറപ്ഷൻ ഇൻ ദ ചർച്ചിൽ കറപ്ഷൻ വന്നു. ചോസറിൻ്റെ കാലഘട്ടം വരെ അല്ലെങ്കിൽ 14th century വരെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ചർച്ചയായിരുന്നു അതോറിറ്റി ആയിട്ടുണ്ടായിരുന്നത്. ക്ലർജികളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ദൈവതുല്യരായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ബ്ലൈൻഡ് ഫെയ്ത്ത് ചെയ്യുന്ന ക്ലർജി പീപ്പിളിന് ആർക്കുണ്ടായിരുന്നു, കോമൺ പീപ്പിളിന് ഉണ്ടായിരുന്നത്. അതൊക്കെ നഷ്ടമായി. റീഫോമേഴ്സ് ആയിട്ടുള്ള ജോൺ വൈക്ലിഫ് പോലുള്ള റീഫോമേഴ്സുകൾ ഉദയം ചെയ്തു. അതുപോലെ മോറൽ ആൻഡ് സ്പിരിച്വൽ റീഫോമിന് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇനി ലിറ്റററി സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ നോക്കണം, ലാറ്റിൻ ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഷിഫ്റ്റ് ഫ്രം ലാറ്റിൻ ആൻഡ് ഫ്രഞ്ച് ടു ഇംഗ്ലീഷ്. അതുവരെ ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു, ലാറ്റിനിലോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷയിലോ ആയിരുന്നു അധിക കൃതികളും അല്ലെങ്കിൽ ടെക്സ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എന്തിലേക്ക് തുടങ്ങി, ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതാൻ തുടങ്ങി. ഷിഫ്റ്റ് ഫ്രം ലാറ്റിൻ ആൻഡ് ഫ്രഞ്ച് ടു ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ബിക്കം എ ലിറ്റററി ലാംഗ്വേജ്. ഇംഗ്ലീഷ് എന്തായിട്ട് മാറി, ഒരു ലിറ്ററേച്ചർ ലാംഗ്വേജ് ആയിട്ട് മാറി. അതുപോലെ ലിറ്ററേച്ചറിൽ എന്തൊക്കെ വരാൻ തുടങ്ങി, സോഷ്യൽ ലൈഫ്, സാമൂഹികപരമായിട്ടുള്ള ജീവിതങ്ങൾ സോഷ്യൽ ലൈഫിൽ വരാൻ തുടങ്ങി. ഹ്യൂമൻ സൈക്കോളജി വരാൻ തുടങ്ങി. മോറൽ ക്രിറ്റിസിസം, മൊറാലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ക്ലർജികൾ, ഇവിടെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചറുകൾ വരാൻ തുടങ്ങി. ഇനി നമ്മൾ ജെഫ്രി ചോസറിനെ നോക്കുകയാണെങ്കിൽ, ജെഫ്രി ചോസർ അറിയപ്പെടുന്ന പേരാണെന്ത്, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ഏജ്, കമ്പൈൻസ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വർക്കിങ്ങിൽ വന്ന സ്പിരിറ്റ് ഓഫ് ദ ഏജ്, മിഡീവൽ ഫെയ്ത്ത് ഉണ്ടായിരുന്നു, റിനൈസൻസ് റിയലിസം ഉണ്ടായിരുന്നു. ഈസ് വർക്ക്സ് റിഫ്ലക്റ്റ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ വർക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സൊസൈറ്റിയിലെ എല്ലാ സെക്ടറിലുള്ള ആളുകളെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ ഏജ് ഓഫ് ഇപ്പം നമ്മൾ ഇപ്പം നോക്കിയത് എന്താ, ഏജ് ഓഫ് ചോസറാണ്. ഇപ്പോൾ ഏജ് ഓഫ് ചോസറിനെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിലും അല്ലെങ്കിൽ അറ്റ് ഇൻ വെരി ബ്രീഫ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ട്രാൻസിഷണൽ ഏജ് ആണെന്ന് പറയാം. ഇറ്റ് ബ്രിഡ്ജസ് മിഡീവൽ സ്പിരിച്വാലിറ്റി. അതെന്ത് ചെയ്യുന്നുണ്ട്, മിഡീവൽ സ്പിരിച്വാലിറ്റിനെ ബ്രിഡ്ജസ് ചെയ്യുന്നുണ്ട്. റിനൈസൻസ് ഹ്യൂമനിസത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൊളിറ്റിക്കലി സോഷ്യലി ആൻഡ് ലിറ്ററലി സിഗ്നിഫിക്കൻ്റ് ഉള്ള ഒരു ഏജ് ആണ് എന്തെന്ന് പറയുന്നത്, ചോസറിൻ്റെ ഏജ് എന്ന് പറയുന്നത്. പ്രിപ്പയർ ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഈ ഏജ് ആണ് എന്ത് ചെയ്തത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഒരു മോഡേൺ ഔട്ട്ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ചോസർ ഏജ് ആണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ചോസർ ഏജിലുണ്ടായിരുന്ന മേജർ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ചോസറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 1350 മുതൽ 1400 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടം അറിയപ്പെടുന്നത് ട്രാൻസിഷണൽ പീരീഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. അതുപോലെ ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മിഡീവൽ ഏജ് ആൻഡ് മോഡേൺ ഇംഗ്ലണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ മിഡീവൽ ആൻഡ് റിനൈസൻസ് കാലഘട്ടത്തിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചോസറിൻ്റെ ചോസറിൻ്റെ വർക്കുകളെ കുറിച്ച്, ചോസറിനെ കുറിച്ച് നമ്മൾ ചോസേഴ്സ് ആൻഡ് ഹിസ് കണ്ടംപററീസ് എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ ചോസറിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.